ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഒടുവിൽ ഇസ്രായേൽ മന്ത്രിസഭയും അംഗീകാരം നൽകി. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയാണ് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയത്. സർക്കാരിലെ തീവ്ര വലതുപക്ഷം വെടിനിർത്തലിനോട് കടുത്ത എതിർപ്പറിയിച്ചിരുന്നു. ഇത് മറികടന്നാണ് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിലുള്ള മന്ത്രിസഭാ യോഗം വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയത്. ഇതോടെ ബന്ദിമോചനവും തടവുകാരെ വിട്ടയക്കലും സൈനിക പിന്മാറ്റവും വൈകാതെ ഉണ്ടാകും. കരാർ അംഗീകരിച്ചാൽ തിങ്കളാഴ്ചയോടെ ബന്ദിമോചനം സാധ്യമാകുമെന്ന് നേരത്തെ ഹമാസും ഇസ്രായേലും സമ്മതിച്ചിരുന്നതാണ്. സൈനിക പിന്മാറ്റം, ബന്ദികളെ മോചിപ്പിക്കൽ, തടവുകാരെ വിട്ടയക്കൽ, ഇത്രയും കാര്യങ്ങളിലാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത്. വെടിനിർത്തൽ അംഗീകരിച്ച് യുദ്ധം അവസാനിപ്പിച്ചാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം കൊല്ലപ്പെടുന്നതിന് അവസാന നിമിഷം മുൻപ് വരെ ഇസ്രായേലിനെതിരെ പോരാട്ടവീര്യം പ്രകടിപ്പിച്ച യഹിയ സിൻവാറിന്റെ മൃതദേഹം വിട്ടു നൽകില്ല എന്ന് ഇസ്രായേൽ സൂചന നൽകിയിട്ടുമുണ്ട്. 3 പ്രധാന വ്യവസ്ഥകളാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളത്. ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം, ബന്ദികളുടെ മോചനം, പലസ്തീനി തടവുകാരെ വിട്ടയക്കൽ എന്നീ കാര്യങ്ങളിൽ പരസ്പരം ധാരണയിലെത്തിയിട്ടുണ്ട്. കരാറിന്റെ അന്തിമ രൂപം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും ഈ 3 കാര്യങ്ങളിൽ പരസ്പര ധാരണയിൽ എത്തിയതോടെ ഇനി നടക്കാൻ പോകുന്ന കരാർ നടപ്പാക്കൽ ഇങ്ങനെയായിരിക്കും. ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറും. ഒരു നിശ്ചിത മേഖലയിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത രേഖയിൽ മാത്രമായി ഇസ്രായേൽ സൈന്യം തുടരും. പക്ഷേ ആക്രമണം ഉണ്ടാകില്ല. പൂർണ്ണതോതിൽ സമാധാന കരാർ പാലിക്കപ്പെടുന്നതോടെ സൈന്യം തീർത്തും പലസ്തീന്റെയും ഗാസയുടെയും അതിർത്തികളിൽ നിന്ന് പിൻവാങ്ങും. ഇസ്രായേൽ കസ്റ്റഡിയിലുള്ള പലസ്തീൻ തടവുകാരെ തിങ്കളാഴ്ച വിട്ടയക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മോചിപ്പിക്കേണ്ട ബന്ദികളുടെയും തടവുകാരുടെയും പട്ടിക കഴിഞ്ഞ ദിവസം തന്നെ ഹമാസും ഇസ്രായേലും കൈമാറിയിരുന്നു. പലസ്തീനിൽ നിന്ന് പിടികൂടി തടങ്കിലാക്കിയ 250 തടവുകാരെയാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ വിട്ടയക്കുക. പക്ഷേ ഇതിൽ തന്നെ അസാമാന്യ പോരാട്ട വീര്യം കാഴ്ചവെച്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസിന്റെ യഹിയ സിൻവാറിന്റെയും സഹോദരൻ മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങൾ ഇസ്രായേൽ തിരികെ നൽകിയേക്കില്ല എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ യഹിയുടെയും മുഹമ്മദിന്റെയും മൃതദേഹങ്ങൾ ഈ വെടിനിർത്തൽ ബന്ദിമോചന കരാറിന്റെ ഭാഗമായി തിരിച്ചു നൽകണമെന്ന ഹമാസിന്റെ ആവശ്യം ഇസ്രായേൽ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇസ്രായേൽ തടവിലാക്കിയ 10,000-കണക്കിന് പലസ്തീനികളെയും നിരവധി പേരുടെ മൃതദേഹങ്ങളും തിരികെ നൽകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യഹിയ സിൻവാറിന്റെയും സഹോദരൻ മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങൾ തിരികെ നൽകില്ല എന്നാണ് ഇസ്രായേൽ നൽകുന്ന സൂചന. കൊടുമ്പിരി കൊണ്ട ഇസ്രായേൽ ആക്രമണം നടക്കുമ്പോഴും യഹിയ സിൻവാർ യുദ്ധമുഖത്ത് സജീവമായി നിലകൊണ്ടിരുന്നു. മരിക്കുന്നതിന് തൊട്ടടുത്ത നിമിഷം വരെ പോരാടാനുറച്ച സിൻവാറിന്റെ ചില ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന തന്നെ പുറത്തുവിട്ടിരുന്നു. റഫേലിലെ തകർന്ന അപ്പാർട്ട്മെന്റിൽ നടന്ന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മൃതപ്രായനായി കിടക്കുമ്പോഴും കയ്യിൽ കിട്ടിയ കമ്പുപയോഗിച്ച് IDF ഡ്രോൺ എറിഞ്ഞിടാൻ ശ്രമിക്കുന്ന സിൻവാറിന്റെ വീഡിയോയും പുറത്തു വന്നതാണ്. സൈനിക വേഷം ധരിച്ച് ഊന്നുവടി ഉപയോഗിച്ച് യുദ്ധഭൂമിയിലൂടെ നടക്കുന്ന ദൃശ്യം പിന്നീട് അൽ ജസീറയും പുറത്തുവിട്ടു. 2014 ഒക്ടോബർ 16 യഹിയ സിൻവാർ കൊല്ലപ്പെടുന്നതുവരെ സിൻവാറും കുടുംബവും ഒളിവിൽ ആഡംബര ജീവിതം നയിക്കുകയാണ് എന്നായിരുന്നു ഇസ്രായേലും പാശ്ചാത്യ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ യുദ്ധമുഖത്ത് വെച്ച് സിൻവാർ കൊല്ലപ്പെടുകയും അതിന് 3 ദിവസം മുൻപ് വരെ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തതോടെ ഇസ്രായേലിന്റെ നുണകൾ ഒന്നൊന്നായി പൊളിയുകയായിരുന്നു. ഇസ്രായേൽ നാഷണൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ചെൻ കുഗേലാണ് സിൻവാർ മരിക്കുന്നതിന് 72 മണിക്കൂർ മുൻപ് വരെ ഒന്നും കഴിച്ചിരുന്നില്ല എന്ന വിവരം വെളിപ്പെടുത്തിയത്. ഇതോടെ യഹിയ സിൻവാറിന് വീരപരിവേഷമാണ് ഹമാസുകാർ നൽകിയത്. കഴിഞ്ഞ വെടിനിർത്തൽ കാലയളവിൽ സിൻവാർ കൊല്ലപ്പെട്ട റഫേലിലെ അപ്പാർട്ട്മെന്റ് സന്ദർശിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ഹമാസ് കസ്റ്റഡിയിലുള്ള അവശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. 48 ബന്ദികളാണ് ഹമാസിന്റെ തടവിൽ ശേഷിക്കുന്നത് എന്നാണ് അറിവ്. ഇതിൽ ജീവനോടെയുള്ള 20ഓളം ബന്ദികളെ മോചിപ്പിക്കും. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. 251 പേരെയാണ് ഹമാസ് ഇസ്രായേലിൽ 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ തടവിലാക്കിയിരുന്നത്. ഇതിൽ ബാക്കിയുള്ളവരെ എല്ലാം കഴിഞ്ഞ 2 തവണത്തെ ഇടക്കാല വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് മോചിപ്പിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഗാസയുടെ തുടർഭരണം പോലുള്ള നിർണായക വിഷയങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ടോണി ബ്ലെയർ നയിക്കുന്ന രാജ്യാന്തര കൗൺസിൽ എന്ന ഭരണ സംവിധാനമായിരിക്കും ഗാസയുടെ തുടർഭരണം നിർവഹിക്കുക എന്ന കാര്യം ട്രംപ് നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഹമാസിന് ചില എതിർപ്പുകളുമുണ്ട്. ഒപ്പം ഈ ഭരണ സംവിധാനം ഗാസയെ അരാഷ്ട്രീയമാക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്.
2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള മൂന്നാമത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. കരാറിന് അംഗീകാരം നൽകുന്ന ഇസ്രായേൽ മന്ത്രിസഭാ യോഗത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരേദ് കുഷ്ണറും പങ്കെടുത്തിരുന്നു. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് പിന്നാലെ ഗാസയെ വംശീയമായി ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യവുമായി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 67,000-ലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 1,70,000-ഓളം പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് രക്തരൂക്ഷിത ആക്രമണത്തിന്റെ കാഠിന്യം വെളിവാക്കുന്നു. ഗാസ ഇന്ന് ചോര മണക്കുന്ന ഒരു മൺകൂന മാത്രമാണ്.